ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നുണക്കുഴി ഉൾപ്പെടെ 3 സിനിമകളുടെ കഴിഞ്ഞാഴ്ച റിലീസ് ചെയ്ത സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ബേസലിന്റെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴിയുടെ ആദ്യ 7 ദിവസത്തെ കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 7 ദിവസത്തെ കളക്ഷനായിട്ട് പ്രതീക്ഷ 15 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിട്ടില്ല. 14 കോടി 50 ലക്ഷമാണ് സിനിമയുടെ ആകെ 7 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അതേസമയം ഇന്നേ ദിവസവും കളക്ഷൻ ഇടിവാണ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 23 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിന്റെ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലത്തേതുപോലെ ഇന്നും സിനിമയ്ക്ക് കേരളത്തിൽ 50 ലക്ഷം ഗ്രോസ് ഇല്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നുണക്കുഴിയുടെ ആകെ 8 ദിവസത്തെ കേരള ഗ്രോസ് ആയിട്ട് 9 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 15 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനുമാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ തിയേറ്ററുകളിലെ വിജയമായി മാറിയിരിക്കുന്നു എന്നത് ഇതിനിടയിൽ പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇനി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ പ്രധാനപ്പെട്ട സിനിമ സ്ത്രീ 2 വരികയാണെങ്കിൽ പതിവ് പോലെ ഇന്നും സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം 401 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് വെറും 7 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ 342 കോടി ഇന്ത്യൻ ഗ്രോസ് ആണെങ്കിൽ ഓവർസീസ് വിദേശ രാജ്യത്തെ കളക്ഷൻ 59 കോടിയാണ്. സിനിമയുടെ ആകെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 289 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 60 കോടി മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച കളക്ഷനോടെ 500 കോടി വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്നാണ് സിനിമയുടെ നിലവിലെ ബോക്സ് ഓഫീസ് ട്രെൻഡിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ഹൊറർ ത്രില്ലർ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് തങ്കലാന്റെ റിപ്പോർട്ടാണ്. ചിയാൻ വിക്രം നായകനെത്തി ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ തങ്കലാൻ. കഴിഞ്ഞ വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമയ്ക്ക് ആദ്യ ദിവസം പോസിറ്റീവ് ലഭ്യമായി എന്നാണ് നമ്മുടെ റിപ്പോർട്ടിന് വിപരീതമായിട്ട് കൂടുതൽ പ്രേക്ഷകർ അന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ അങ്ങനെ ഒരു പോസിറ്റീവ് ലഭ്യമായ സിനിമയ്ക്ക് ലഭ്യമാകേണ്ട കളക്ഷൻ അല്ല 7 ദിവസങ്ങളിൽ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സിനിമ തിയേറ്ററുകളിൽ പരാജയം ഉറപ്പാക്കിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഏകദേശം 56 കോടിയിലേക്ക് മാത്രമേ സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിട്ടുള്ളൂ. സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ്. 130 കോടി റേഞ്ചിൽ സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിച്ച സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് കഴിയുന്നു. പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് 60 കോടിയിൽ പരം രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ വിജയിക്കണമെങ്കിൽ പോലും 120 കോടി കളക്ഷൻ നേടിയെടുക്കണം. നിലവിലെ സാഹചര്യത്തിൽ അതിലേക്ക് എത്തപ്പെടില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചിയാൻ വിക്രമിന്റെ ഈ സിനിമയ്ക്ക് വേണ്ട ഡെഡിക്കേഷൻ ഒത്ത കളക്ഷനിലേക്ക് പോലും സിനിമ എത്തപ്പെടുന്നില്ല. കേരള കളക്ഷൻ 3 കോടി ഇനിയും പിന്നിട്ടിട്ടില്ല. 1 കോടി ഫൈനൽ കേരള ഷെയറിലേക്ക് സിനിമ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ തങ്കലാൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.